കർണാടകയിലെ ഉഡുപ്പിയിലുള്ള ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രമാണ് ഉഡുപ്പി ശ്രീകൃഷ്ണ മഠം. ഒരു ആശ്രമാന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ക്ഷേത്രത്തിന് സമീപത്തായി ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുള്ള ഉഡുപ്പി അനന്തേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ആരാധനാ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന നിർമ്മിതികളെല്ലാം കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായിരുന്ന ജഗദ്ഗുരു മധ്വാചാര്യരാണ് ഉഡുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത്. വൈഷ്ണവമത സന്യാസിയായിരുന്ന ഇദ്ദേഹം ദ്വൈത വേദാന്ത ഗുരുകുല സ്ഥാപകനും കൂടിയായിരുന്നു. ഗോപീചന്ദത്തിൽ ഉഡുപ്പി ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത് മധ്വാചാര്യരാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം രചിച്ച തന്ത്രസാര സംഗ്രഹത്തിൽ വിഗ്രഹം പശ്ചിമാഭിമുഖമായി പ്രതിഷ്ഠിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് അഷ്ടമഠങ്ങളിലെയും പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായി തന്നെയാണ്. കിഴക്ക് ഭാഗത്തേക്കാണ് ക്ഷേത്ര ദർശനമെങ്കിലും കൃഷ്ണ ദർശനത്തിന് തെക്കുഭാഗത്തുള്ള നവഗ്രഹ ദ്വാരവും കനകന ദ്വാരവുമുണ്ട്. ഇപ്പോൾ അഷ്ടമഠങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്ര സമുച്ചയം. പേജാവർ മഠം, പുത്തിങ്ക മഠം, പുലിമരു മഠം, അടമരു മഠം, സോധൈ മഠം, കണിയൂർ മഠം, ശിരൂർ മഠം, കൃഷ്ണപുര മഠം എന്നിവയാണ് ഈ 8 മഠങ്ങൾ. വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന ഭണ്ഡാര വരുമാനവും അഷ്ടമഠങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായവുമാണ് ക്ഷേത്ര ചെലവുകൾ നികത്തുന്നത്. ക്ഷേത്രത്തിന് വമ്പിച്ച ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും 1975-ലെ ഭൂപരിഷ്കരണ നടപടികളിൽ അവ ഏറിയ ഭാഗവും നഷ്ടപ്പെടുകയായിരുന്നു. ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം അന്നദാനം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തോടനുബന്ധിച്ച് നല്ലൊരു ഗോശാല കൂടിയുണ്ട് ഇവിടെ. ക്ഷേത്രത്തിലേക്കും ഭക്ഷണശാലയിലേക്കുമുള്ള പാലുൽപ്പന്നങ്ങൾ ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. വ്യാസതീർത്ഥരുടെ ശിഷ്യനും സംഗീതജ്ഞനുമായ കനകദാസനും ഉഡുപ്പി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. ജാതീയ വേർതിരിവ് പ്രബലമായിരുന്ന ഒരു കാലത്ത് ഉഡുപ്പിയിലെത്തിയ കനകദാസന് ക്ഷേത്രത്തിനകത്ത് കടക്കുന്നതിനോ വിഗ്രഹ ദർശനം നടത്തുന്നതിനോ സാധിച്ചില്ല. ക്ഷേത്രപ്രവേശനത്തിന് വ്യാസരാജസ്വാമികൾ നിർദ്ദേശിച്ചിട്ട് പോലും ബ്രാഹ്മണ പുരോഹിതർ താഴ്ന്ന ജാതിക്കാരനായ കനകദാസനെ തടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. കൃഷ്ണഭജന നടത്തിയും കീർത്തനങ്ങൾ രചിച്ചും ക്ഷേത്രത്തിന് പടിഞ്ഞാറ ഭാഗത്ത് കനകദാസൻ ദീർഘകാലം കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ കൃഷ്ണ നീ ബേഗനെ ബാരോ എന്ന കീർത്തനം ഏറെ പ്രസിദ്ധമാണ്. ഭക്തിസാന്ദ്രമായ കീർത്തനത്തിൽ ആകൃഷ്ടനായി കിഴക്ക് ഭാഗത്ത് അഭിമുഖമായിരുന്ന ഭഗവാന്റെ വിഗ്രഹം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു എന്നും പറയപ്പെടുന്നുണ്ട്. ആ ഭാഗത്ത് ക്ഷേത്ര ഭിത്തി തകർന്ന് ഒരു ദ്വാരം സൃഷ്ടിക്കപ്പെട്ടു എന്നും അതിലൂടെ കനകദാസന് ദേവദർശനം ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം.